ഇനി മറ്റൊരു വിഷയം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. മക്കത്ത് നടക്കുന്നത് ഒരു ബിദ്അത്തോ തെറ്റായ കാര്യമാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ മക്കയിലും മദീനത്തും നടക്കുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നോക്കണം എന്നൊരു നിബന്ധന പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമത്തിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനും സുന്നത്തും മാത്രം പിൻപറ്റണമെന്നാണ്. ഏതെങ്കിലും ഒരു നാടോ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ പിൻപറ്റണം എന്ന പ്രഖ്യാപനം പ്രവാചകനും അവിടെ പരിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഇന്നെല്ലാവർക്കും മുബാശിർ എന്ന് വിളിക്കപ്പെടുന്ന ആ ലൈവ് പ്രോഗ്രാം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സൗദിയുടെ ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടുത്തെ നമസ്കാരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ ളുഹറാവട്ടെ, അസ്റാവട്ടെ, മഗ്രിബാവട്ടെ, ഇശാവട്ടെ, സുബഹി ആവട്ടെ, ഏത് നിസ്കാരത്തിലാണെങ്കിലും ശരി, ആ നിസ്കാരത്തിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മിഅദത്തിലുള്ള അഥവാ ആ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തുള്ള മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് എടുത്തു ധരിക്കുന്നത് കാണാം. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു ഇന്ന തബ്ലീഗ ബിദ്അത്തുൻ മുൻകറത്തുൻ ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തബ്ലീഗ് മുൻകറത്തായ ബിദ്അത്താകുന്നു എന്നാണ്. എന്താ തബ്ലീഗ് മുൻകറത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നതിന്റെ അടുത്ത്, കേൾക്കുന്നത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് മുബല്ലിഗ് ഉണ്ടാവേണ്ടത്. അത് കേൾക്കുന്ന അതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ മക്കത്തും മദീനത്തും നടക്കുന്നു ഇപ്പോഴും മുക്കബ്ബറാത്തു സൗത്തിലൂടെ ഇമാമിന്റെ ശബ്ദം എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ മുഅദ്ദിൻ അവിടെ നിന്നുകൊണ്ട് ഈ വാചകം രണ്ടാമത് ഉയർത്തി പറയുന്നു, തബ്ലീഗ് ചെയ്യുന്നു. അങ്ങനെ ഒരു മുബല്ലിഗായി അദ്ദേഹം നിൽക്കലുണ്ട്. യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അച്ചെയ്യുന്ന പണി ബിദ്അത്ത് മുൻകറത്താണ്. അപ്പൊ അങ്ങനെ ഒരു പണി അവിടെ നടക്കണില്ല ഉണ്ട്. എന്തുകൊണ്ട്? പാരമ്പര്യമായി കുറെ കാലമായി ചെയ്തു വന്ന സംഗതിയെ അതേ ആ രൂപത്തിൽ അങ്ങ് നിലനിർത്തി പോകുന്നു എന്നതാണ്. മാത്രമല്ല സൗദി അറേബ്യ എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാവണം, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന വിശാല സമീപനത്തിലാണ് സൗദി ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മേഖലയിലേക്ക് കടന്നു വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നത് ഇതുവരെ നടക്കണില്ല, ഇനിയും നടക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മക്കത്തെ ഇമാം എത്ര നിസ്കരിച്ചു, മദീനത്തെ ഇമാം എത്ര നിസ്കരിച്ചു, മക്കത്തെ ആളുകൾ എത്ര നിസ്കരിക്കുന്നു, മദീനത്തെ ആളുകൾ എത്ര നിസ്കരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല.